പതിറ്റാണ്ടുകളായി യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും കളമൊരുക്കിക്കൊണ്ട് യൂറോപ്പിലെ തലവേദനയായി നിലകൊണ്ട തുർക്കി 30,000-ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പ ദുരന്തത്തോടെ സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി വീണിരിക്കുകയാണ്. തീവ്ര ഇസ്ലാമിക ചിന്തകളാൽ മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ എല്ലായ്പ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന തുർക്കി പാകിസ്ഥാനൊപ്പം കൂടി ഇന്ത്യയെ നിരന്തരമായി അലോസരപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ മറന്നുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ഉചിതവും കാര്യക്ഷമവുമായ സഹായങ്ങളാണ് തുർക്കിക്കായി ചെയ്തത്. ലോകരാഷ്ട്രങ്ങളുടെ ശക്തമായ സഹായത്തോടെ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ മറികടന്നു വരുന്ന തുർക്കിക്ക് അതിജീവിതരെ സംരക്ഷിക്കുവാൻ ആവശ്യമായ ഷെൽട്ടറുകളോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ലോകരാഷ്ട്രങ്ങളോട് കൂടുതൽ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് എർദോഗൻ. അടുത്ത കാലം വരെ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാകുന്നത് സ്വപ്നം കണ്ട് വാക്കിലും പ്രവൃത്തിയിലും അത് പ്രകടിപ്പിച്ച് ഭീകരത ലോകമെങ്ങും പടർത്തുകയായിരുന്നു എർദോഗൻ. ലോകവ്യാപകമായുള്ള ഇസ്ലാമിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി തൻ്റെ കയ്യിൽ മാത്രമാണെന്ന മിഥ്യാബോധത്തോടെ ഇസ്ലാമിക രാജ്യങ്ങളോട് മാത്രം കൈകോർത്ത് അഹങ്കാരത്തോടെ വാണ എർദോഗൻ ലോകരാഷ്ട്രങ്ങളുടെ കനിവ് തേടി കൈകൂപ്പി നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ അഹങ്കാരത്തിൻ്റെ ഉത്തുംഗത്തിലേക്ക് എത്രമാത്രം ചിറക് വീശി പറന്നാലും അവസാനം മണ്ണിൽ വന്നേ അവസാനിക്കുമെന്നും പണവും ആൾബലവും തൻ്റെ ഇടവും കരുത്തുമൊക്കെ ഘോര പ്രതിസന്ധികളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കെത്തില്ലെന്നുമുള്ള സനാതന സത്യമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. തൻ്റെ മുൻഗാമിയായിരുന്ന കമാൽ പാഷയുടെ കാലത്ത് മതേതര രാജ്യമായിരുന്ന തുർക്കിയെ ശരിയത്ത് വാഴുന്ന തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റിയത് എർദോഗനായിരുന്നു. അതിന് അയാൾ ഇസ്ലാമിൻ്റെ തീവ്രമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ശക്തമായി കുത്തിവെച്ചു. അവരുടെ മതവികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഹാഗിയ സോഫി എന്ന പൗരാണിക ക്രിസ്തീയ ദേവാലയം ബലാത്കാരമായി പിടിച്ചെടുത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. മാത്രമല്ല, അയോധ്യ പ്രശ്നത്തിലും കാശ്മീർ വിഷയത്തിലും ഇന്ത്യക്കെതിരെ ആക്രോശിച്ചും നുപൂർ ശർമ്മ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഉറഞ്ഞുതുള്ളിയും അയാൾ തൻ്റെ ഇന്ത്യ വിരുദ്ധത പരസ്യമായി പ്രകടമാക്കി. മതഭീകരത വളർത്തി ജിഹാദികളെ ഇളക്കിവിട്ട് ആഗോള ഖലീഫയാകാൻ എർദോഗൻ കട്ടിൽ കെട്ടി കാത്തിരിക്കുമ്പോഴാണ് ഭൂകമ്പം വന്ന് തുർക്കിയെ വിഴുങ്ങിയത്. സ്വപ്നം കണ്ടതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, രക്ഷാപ്രവർത്തനത്തിൽ പോലും വിവേചനപരമായി പെരുമാറുന്നുവെന്ന ആരോപണമേറ്റ് കടുത്ത ജനരോഷം ഉയരുകയാണ് ഇയാൾക്കെതിരെ തുർക്കിയിൽ. എന്തിന് എർദോഗന് പ്രസിഡന്റ് സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് പാവപ്പെട്ടവന്റെ നീതിയും ന്യായവും അട്ടിമറിക്കപ്പെട്ടു പോയാൽ പരിഭ്രമിക്കരുത്. ഉന്നതന് മീതെ ഉന്നതനും അതിനുമീതെ അത്യുന്നതനും ജാഗരിക്കുന്നുവെന്ന സോളമന്റെ പ്രഭാഷക സൂക്തങ്ങൾ പോലെ മനുഷ്യച്ചോര കൊണ്ട് സിംഹാസനങ്ങൾ കെട്ടിപ്പടുക്കാൻ ധാർഷ്ട്യം മുഖമുദ്രയാക്കി ഇസ്ലാം തീവ്രവാദം ഉയർത്തിക്കാണിച്ച് തുർക്കിയിലെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചു മുന്നേറിയ എർദോഗന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഊട്ടിയുറപ്പിക്കുകയാണ് മുൻപ് പറഞ്ഞ സൂക്തങ്ങളിലെ അന്തസത്ത. പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ എർദോഗനെ വീരപുരുഷനും റോൾ മോഡലുമായി സ്വീകരിച്ചത് കേരളത്തിലെ മുസ്ലിം തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർ മാത്രമല്ല, മിതവാദികൾ എന്നറിയപ്പെടുന്നവർ കൂടിയാണ്. എന്തായാലും തീവ്ര മതവൽക്കരണത്തിന് വർത്തമാനകാലത്തിൽ ഏറ്റവും അധികം സഹായവും പിന്തുണയും നൽകി വന്ന എർദോഗന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയെങ്കിലും എല്ലാ മതസ്ഥരുമായി സാഹോദര്യത്തിൽ കഴിയാൻ കേരളത്തിലെ എർദോഗൻ ആരാധകർ തയ്യാറാകട്ടെ.